ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ്പ്രഷൻ ഇവാലുവേഷനാണ്. എക്സ്പ്രഷൻ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ തരും. അപ്പോൾ അതിൻ്റെ നെറ്റ് റിസൾട്ട് ആ ഒരു എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ആൻസർ എന്ന് കണ്ടുപിടിക്കുന്നതാണ് എക്സ്പ്രഷൻ ഇവാലുവേഷനിൽ നമ്മൾ ചെയ്യുക. ദാറ്റ് ഈസ് വി ആർ പെർഫോമിങ് ദ ഓപ്പറേഷൻസ് അസോസിയേറ്റഡ് വിത്ത് ആൻ എക്സ്പ്രഷൻ. ഓക്കെ, സോ എക്സ്പ്രഷൻ ഇവാലുവേഷനും നമ്മളെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തേക്കുന്ന ഡേറ്റ സ്ട്രക്ചറാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ എക്സ്പ്രഷൻ ഇവാലുവേഷൻ നമ്മളൊരു എക്സ്പ്രഷനിൽ വർക്കൗട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. നമ്മുടെ ഗിവൺ എക്സ്പ്രഷൻ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഇൻപുട്ട് എന്തായിരിക്കണം? ഒരു പോസ്റ്റ് ഫിക്സ് ഫോമിലുള്ള എക്സ്പ്രഷൻ ആയിരിക്കണം. ഏത് ഫോമിലായിരിക്കണം? പോസ്റ്റ് ഫിക്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ അനുസരിച്ച് നമുക്ക് എക്സ്പ്രഷനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എക്സ്പ്രഷൻ ഏത് ഫോമിലായിരിക്കണം? പോസ്റ്റ് ഫിക്സിലായിരിക്കണം. നോക്കിക്കേ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഓപ്പറൻസ് ആണ് അടുത്തടുത്ത് കിടക്കുന്നത്. ഓപ്പറൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി മിഡിൽ ഓപ്പറേറ്റർ വന്നിട്ടില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ഏത് ഫോമിലാണ്? പോസ്റ്റ് ഫിക്സ് ഫോമിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻപുട്ട് സെക്ഷനും ഉണ്ട്, നമ്മുടെ കയ്യിലൊരു സ്റ്റാക്കും ഉണ്ട്. ഈ സ്റ്റാക്കിനകത്തായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുക. നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത് എവിടെയായിരിക്കും? സ്റ്റാക്കിലായിരിക്കും. ഇനി ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഇൻപുട്ട് എന്താണ്? 5 ആണ്. അതിനെ അങ്ങനെ തന്നെ എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് സ്റ്റാക്കിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. അത് ഓപ്പറാൻഡ് ആയിക്കോട്ടെ ഓപ്പറേറ്റർ ആയിക്കോട്ടെ. ഓപ്പറാൻഡ് ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാക്കിനകത്തോട്ട് അങ്ങ് പ്ലേസ് ചെയ്യും. ഓക്കെ, പുഷ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 വരും. സോ 6 വിൽ ബി ആഡഡ് ഓർ പുഷ്ഡ് ഇൻ ടു ദ സ്റ്റാക്ക്. സോ 6 നമ്മൾ കൊടുത്തു. അത് കഴിയുമ്പോഴേക്കും അടുത്ത 2 വന്നു. 2 ഈസ് എൻ ഓപ്പറാൻഡ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ 2നെ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാക്കിനകത്തേക്ക് നമ്മൾ പുഷ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എന്ത് കണ്ടു? ഒരു ഓപ്പറേറ്റർ വന്നു. അപ്പോൾ ഈ ഓപ്പറേറ്റർ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, സോ ഞാനിത് 1 by 1 ആയിട്ട് എഴുതി കാണിക്കാമേ, അല്ല നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. സോ 5 വന്നു. നെക്സ്റ്റ് 6 വന്നപ്പോഴേക്കും 5 6 ആയി. ദെൻ 2 വന്ന സമയത്ത് 5 6 2 ആയി. ഓക്കെ, ഇനി വരുന്ന സമയത്ത് ആരാ കണ്ടത്? ഒരു ഓപ്പറേറ്ററിനെ കണ്ടത്. ആ സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് ആണ്. ഇവിടെ നമ്മൾ പ്ലസിനെ എടുത്ത് ഡയറക്റ്റായിട്ട് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. വി ആർ ഗോയിങ് ടു പെർഫോം ദ ആക്ച്വൽ ഓപ്പറേഷൻ ഓവർ ഹിയർ. അപ്പോൾ പ്ലസ് കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാം. പ്ലസ് എന്നുള്ള സിമ്പിളിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആൾക്കാരെല്ലാം എവിടെ ഇരിക്കുവാണ്? സ്റ്റാക്കിലിരിക്കുക. എവിടെ ഇരിക്കുന്നത്? സ്റ്റാക്കിലിരിക്കുക. അപ്പോൾ സ്റ്റാക്കിനകത്തുനിന്ന് ഇപ്പോൾ ഇതാണ് ഏറ്റവും അവസാനം ഇൻസേർട്ട് ചെയ്ത ആളാണ് സ്റ്റാക്കിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. അതറിയാമല്ലോ. അപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള 2 എലമെൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? പോപ്പ് ചെയ്ത് മാറ്റണം. ഓക്കെ, സോ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള 2 എലമെൻറ്റ്സ് ആരാണ്? 2 ഉണ്ട്. പിന്നെ അടുത്ത എലമെൻ്റ് ആരാണ്? 6 ഉണ്ട്. അല്ലേ? അങ്ങനെ 2 എലമെൻറ്റ്സ് ആണ് സ്റ്റാക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. പോപ്പ് ചെയ്ത് വരുന്ന 2 പേരാണ് 6ഉം 2ഉം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ 2 ഓപ്പറാൻസിലേക്ക് നമ്മുടെ ഈ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യണം. ഇവിടുത്തെ ഓപ്പറേറ്ററിൻ്റെ പേരെന്താണ്? പ്ലസ് ആണ്. സോ പ്ലസ് സിമ്പിൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ഏറ്റവും ടോപ്പിലുള്ള എലമെൻറ്റിനെ നമ്മൾ എ എന്ന് വിളിച്ചു. സെക്കൻഡ് ആയിട്ട് ടോപ്പ് ആവുന്ന എലമെൻറ്റിനെ നമ്മൾ ബി എന്ന് വിളിക്കുവാണെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ബി ഓപ്പറേറ്റർ എ ആയിരിക്കണം. എങ്ങനെയായിരിക്കണം? ബി ഓപ്പറേറ്റർ എ ആയിരിക്കണം. ഒരിക്കലും തിരിഞ്ഞു പോയത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സ്റ്റാക്കിൽ എങ്ങനെയാണോ കിടക്കുന്നത് ആ ഒരു മാനറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ. അങ്ങനെ അങ്ങ് ഓർത്തിരുന്നാൽ മതി. സോ സ്റ്റാക്കിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ്? 5 ഫോളോഡ് ബൈ 6 ഫോളോഡ് ബൈ 2. സോ ഇതാണ് എ എന്ന് വിളിക്കുന്നത്, ഇതാണ് ബി എന്ന് വിളിക്കുന്നത്. സോ ബി ഓപ്പറേറ്റർ എ ആണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? 6ഉം 2ഉം കൂടെ ആഡ് ചെയ്യും. ഓക്കെ, ഇനി ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? ഒരു റിസൾട്ട് വരുമല്ലോ. ആ റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റാക്കിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും? പുഷ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്റ്റാക്കിലുണ്ടായിരുന്ന 2 പേരെ നമ്മളെടുത്ത് പുറത്ത് കൊണ്ടുപോയി. ആരാണ്? 6ഉം 2ഉം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ 6നെയും 2നെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഏതാണ് ഇൻപുട്ട് സിമ്പിൾ വന്നിരിക്കുന്നത് ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 8 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ആ 8നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നത്. അപ്പോൾ 2 പോയി, 6 പോയി, വർക്കൗട്ട് ചെയ്തു, ആൻസർ കിട്ടി. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. 5നെ നമ്മൾ തൊട്ടിട്ടേ ഇല്ല. 5 അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. 6നെയും 2നെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തത്. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എത്രയാണ്? 8. അതായിരിക്കും നമ്മുടെ സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്യുന്ന നെക്സ്റ്റ് വാല്യൂ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്റ്റാക്കിൽ പ്ലസ് എന്നുള്ളൊരു സിമ്പിൾ വന്നതിന് ശേഷം എന്ത് ചെയ്തു? ഓൾറെഡി ഉണ്ടായിരുന്ന 2 ഓപ്പറാൻസിനെ നമ്മൾ എന്ത് ചെയ്തു? ആ പർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് സ്റ്റാക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്തു. സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്തു. ഇനി അത് കഴിയുമ്പോഴേക്കും തൊട്ട് നെക്സ്റ്റ് വരുന്ന ഓപ്പറേറ്റർ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ. മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ചെയ്യുമ്പോഴേക്കും എന്താ ചെയ്യേണ്ടത്? ഒരു ഓപ്പറേറ്ററാണ് വരുന്നതെങ്കിൽ ആ ഓപ്പറേഷൻ അവിടെ വർക്കൗട്ട് ചെയ്യണം. എന്തിനാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്? സ്റ്റാക്കിനകത്തുള്ള എലമെൻറ്റ്സിൽ. ഇപ്പോൾ സ്റ്റാക്കിനകത്ത് ആരൊക്കെയുണ്ട്? 8 ഉണ്ട്, 5 ഉണ്ട്. സോ നമ്മൾ ആരെ എന്ത് ചെയ്യും? 8നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? പോപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരെ പോപ്പ് ചെയ്യും? 5നെ നമ്മൾ എന്ത് ചെയ്യും? പോപ്പ് ചെയ്യും. എന്നിട്ട് ഈ സിമ്പിൾ വെച്ച് നമ്മളതിനെ ഓപ്പറേറ്റ് ചെയ്യും. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണ്? 5 × 8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 40 കിട്ടും. ദാറ്റ് വാല്യൂ വിൽ ബി പുഷ്ഡ് ഇൻ ടു ദ സ്റ്റാക്ക്. സോ ഈ 40 എന്നുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നമ്മുടെ സ്റ്റാക്കിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ
കയ്യിൽ ഇൻപുട്ടായിട്ട് ഇനി ഒന്നും വരാനില്ല. സോ നമ്മൾ ഈ സമയത്ത് നമ്മൾ സ്റ്റാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയായിരിക്കും നമ്മുടെ ഈ ഒരു എൻറ്റയർ എക്സ്പ്രഷൻ്റെയും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ റിസൾട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ ഇരിക്കുന്നത് എവിടെയായിരിക്കും? സ്റ്റാക്കിൽ. എവിടെയായിരിക്കും ഉണ്ടാകുന്നത്? സ്റ്റാക്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കോമൺ പ്രൊസീജിയർ ഫോർ വാട്ട്. നമ്മൾ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി തരുവാണെങ്കിൽ ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ സ്റ്റാക്കിൽ ഹോൾഡ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന ഈ ഒരു കോൺസെപ്റ്റ്. ഇനി ഇത് നമ്മൾ അൽഗരിതമായിട്ട് പഠിക്കാം. ഒന്നുമില്ല, നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ടായിരിക്കും. ആ എക്സ്പ്രഷൻ ഏത് ഫോമിലായിരിക്കണം? പോസ്റ്റ് ഫിക്സ് ഫോമിലായിരിക്കണം. ഓക്കെ, ദെൻ സ്കാൻ ദ സിമ്പിൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണല്ലോ ഓരോ ഇൻപുട്ടിനും എടുത്തത്. എന്നിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഓപ്പറാൻഡാണ് വരുന്നതെങ്കിൽ നമ്മളൊന്നും ചിന്തിക്കേണ്ട, അതിനെ നമ്മൾ എങ്ങോട്ടേക്ക് കൊടുത്തു? സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഒരു സിമ്പിൾ ഓപ്പറേറ്റർ ആണെങ്കിൽ, നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. Pop the top 2 operands from the stack. Perform the operation in the order B, O, P, A. അതായത് ഇപ്പോൾ 5, 6, ഇപ്പം 6ഉം 2 ആണെങ്കിൽ ഇതായിരിക്കും നമ്മളുടെ എ, ഇതായിരിക്കും നമ്മളുടെ ബി. സോ വി വോണ്ട് ടു ഓപ്പറേറ്റ് ഇൻ ദ ഓർഡർ ലൈക്ക്. എങ്ങനെ കൊടുക്കേണ്ടത്? ബി ഓപ്പറേറ്റർ എ ആയിട്ട് വേണം വർക്കൗട്ട് ചെയ്യാൻ. എന്നിട്ട് അത്രമാത്രം ചെയ്തിട്ട് കാര്യമില്ല, വി ഹാവ് ടു സ്റ്റോർ ബാക്ക് ദ ആൻസർ ടു ദി സ്റ്റാക്ക്. ഓക്കെ, ദെൻ പുഷ് ദ റിസൾട്ട് ബാക്ക് ഇൻ ടു ദ സ്റ്റാക്ക്. സ്റ്റാക്കിലേക്ക് ഈ ആൻസറിനെ നമ്മൾ പുഷ് ചെയ്തു. എന്നിട്ട് ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. എപ്പോൾ വരെയാണ്? എക്സ്പ്രഷൻ്റെ എൻഡ് ആവുന്നവരെ, നമ്മുടെ ഇൻപുട്ട് കംപ്ലീറ്റ് ആവുന്നവരെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഫൈനൽ ആൻസറിനെ എവിടെ പോയി നോക്കിയാൽ മതി? സ്റ്റാക്കിൽ പോയി നോക്കുവാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് അൽഗരിതം ഫോർ എക്സ്പ്രഷൻ ഇവാലുവേഷൻ ബൈ യൂസിങ് എ സ്റ്റാക്ക്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച് കൺവേർഷൻ ഇൻ ഫിക്സ് ടു പോസ്റ്റ് ഫിക്സും എക്സ്പ്രഷൻ ഇവാലുവേഷൻസും നമ്മൾ സ്റ്റാക്കിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്.